എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നും ഒരു ട്രിപ്പ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് പൊന്മുടിയിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഈ ഒരു ബസ് സ്റ്റോപ്പും ഈ ഒരു ലൊക്കേഷനും എന്നെ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നവർക്കറിയാം. അന്ന് ഈ ഒരു ബൈക്കിൻ്റെ സ്ഥാനത്ത് വേറൊരു വണ്ടിയായിരുന്നു. ഞാൻ ആ വീഡിയോ ഇവിടെ വയ്ക്കാം. അവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഏകദേശം എത്താറായി. അപ്പോൾ എത്തിയിട്ട് നമുക്കിനി ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും നമുക്ക് പോയി നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ അവരൊക്കെ വന്നു, ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ഇതുവഴി ഓടിക്കുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ഇതുവഴി സൈക്കിളിൽ പോയ ഒരു ഓർമ്മയാണ്. അന്ന് ഞാൻ അതിന്റെ വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ അന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് ചെക്കൗട്ട് ചെയ്താൽ മതി. അതൊക്കെ ഒരു വല്ലാത്തൊരു ഓർമ്മ തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പൊന്മുടി ഹിൽ ടോപ്പ് കയറുന്നതിന് മുമ്പായിട്ട് വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയാണ് പുതിയ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നതെന്നുള്ള അറിയില്ല. ഗൈസ് വന്നിട്ട് കോടയില്ല, മഴക്കോള് മാത്രമേ ഉള്ളൂ. ഇതുവരെ കോടയൊന്നും ഇറങ്ങിയിട്ടില്ല. നമുക്കെന്തായാലും നോക്കാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്പോട്ടിൽ നിന്ന് താഴെ ഈ ഒരു സ്ഥലത്തോട്ടൊന്നും നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ എന്താണെന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ആ ദൂരെ കാണുന്നുണ്ടോ, അതാണ് പ്രോപ്പർ പൊന്മുടി ഹിൽ ടോപ്പ്. നമ്മുടെ വാച്ച് ടവറാണ് കാണുന്നത്. പക്ഷേ താഴെ ഇപ്പോൾ ഈ ഒരു സ്പോട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ താഴോട്ട് പോയിട്ട് ഇതുവരെ ഇങ്ങോട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പോയി അവിടെ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഗൈസ്, അവിടെ നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കുള്ള വ്യൂ ഇതൊക്കെയാണ്. ഇങ്ങോട്ടൊന്നും നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. എന്താ ഒന്നുകൂടെ പറഞ്ഞാണ്ടോ, ഒന്നുകൂടെ പറയണോ? അല്ല, പാട്ട് പാടി ക്യാമറ ഓടി. ഇവിടുത്തെ ഓരോ ഇതുണ്ടോ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടം കംപ്ലീറ്റ് ഇവിടെ ഫുള്ള്. പക്ഷെ ഇത് മഴ സമയത്തെ കാണുമെന്നാണ് തോന്നുന്നു കേട്ടോ. ഗൈസ്, നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്ഥലം കണ്ട പൊന്മുടിയിലുള്ളൊരു സ്പോട്ടാണ്. നൈസ് അല്ലേ? നമുക്ക് ഇവിടേക്ക് അങ്ങോട്ട് എന്തൊക്കെ ഉണ്ടോ നോക്കാം. എടാ ചക്കു, പുള്ളിയെടുത്ത് ഇടുമല്ലോ, വെള്ളച്ചാട്ടം ഉണ്ടോ നോക്കിച്ചോടാ. വെള്ളച്ചാട്ടം, മറ്റേ വെള്ളച്ചാട്ടം. ഇവിടെയൊക്കെ ഇതൊരു ബിൽഡിംഗ് പണിഞ്ഞിട്ട് അത് വർക്ക് നിർത്തി ഫുള്ള് പോയി കിടക്കുക. എടാ നോല്ലടാ, എടാ ചക്കു ചക്കു ചക്കു, എടാ നില്ല, ഇതും കൂടെ നോക്കിട്ട് പോ. അവിടെ എന്തോടെ വീടുണ്ടോ? താഴോട്ട് വഴിയുണ്ട്. നമുക്ക് അപ്പുറത്തൂടെ താഴോട്ട് ഇറങ്ങാൻ പറ്റും തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഗൈസ്, നിങ്ങൾ പൊന്മുടി വരുമ്പോഴത്തേക്ക് ഇതൊരു റെക്കമെൻഡഡ് പ്ലേസ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബൈക്കൊക്കെ ഇവിടെ വെച്ച് നന്നായിട്ട് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തിട്ട് പോകാം. പിന്നെ ഒരു റിക്വസ്റ്റ് ആണ്, ആരും ഇവിടെ വേറെ വേസ്റ്റ് ഒന്നും ഇട്ട് പൊല്യൂട്ട് ചെയ്യരുത്. വരിക, നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവുക. നല്ലൊരു സ്പോട്ടാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ അത്ര കോടയില്ല. കോട ഇപ്പോൾ ഇതാ മേളിൽ നിങ്ങൾ കാണാമോ എന്നറിയില്ല, അവിടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കോടയാണ് വന്നാൽ നൈസാണ്. എനിക്കൊരു കാര്യം പറയാം. സംഭവം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നതിൽ പലർക്കും ചക്കുവിനെ അറിയായിരിക്കും, ചക്കുവിനെ അറിഞ്ഞൂടാത്തവരും കാണും. അറിഞ്ഞൂടാത്തവർക്ക് ഇതാണ്ട് ഈ ഒരു സൈഡിലായിട്ട് ഇപ്പൊ ഒന്ന് ഫോട്ടോ ഒന്ന് കാണിച്ചേക്കുന്നു. ഓക്കെ, ഇതാണ് പയ്യൻ. ഈ പയ്യൻ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ശാപമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 2 ആഴ്ച മുമ്പ് മഴയത്ത് കറങ്ങാനായിട്ട് നമ്മൾ അമ്പനാടല്ലല്ലോ, അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ മഴയില്ല. റെയിൻകോട്ട് എല്ലാം കൂടെ കെട്ടിച്ചോണ്ട് പോയപ്പോഴത്തേക്ക് അവിടെ ആണെങ്കിൽ ഒടുക്കത്തെ വെയിൽ. ഇപ്പൊ അതാ പൊന്മുടിയിൽ കോടയെന്നും പറഞ്ഞോണ്ട് വന്നു. അവിടെ നിന്ന് നമ്മൾ മുകളിൽ എത്തുന്നത് വരെ അവിടെ കോടയില്ലായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. നമ്മളിതാ താഴോട്ട് ഇറങ്ങി വരാനുള്ള തീരുമാനം എടുത്ത്. അത് ചക്കുവിന്റെ തീരുമാനമായിരുന്നു. താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് പൊന്മുടി ഹില്ലിൽ ഫുള്ള് കോട. ഇനിയിപ്പോ നോക്കിക്കോ, ഈ ആൽഫിന്റെ ഇതിനകത്ത് ഈ വ്ളോഗിനകത്ത് ലാസ്റ്റ് എത്താൻ നേരം നമ്മൾ ഇനി അവിടെ പോകും. അവിടെ പോകാൻ നേരത്ത് അവിടെ ഒരു കോട കാണത്തില്ല. ആ സമയത്ത് ഇവിടെ ആയിരിക്കും കോട. ഇത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇതാണ് ശാപം പിടിച്ച പയ്യൻ. ഈ പയ്യന്റെ ശാപം കാരണമാണ് നമുക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. ഗൈസ്, ഈ സ്പോട്ട് മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. ഞാൻ ഇത്രയും നാളും വന്നിട്ട് ഞാൻ ഇന്ന് വരെ ഇങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഇവിടെയൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. നമ്മളിപ്പോൾ എന്തായാലും ഇനി താഴോട്ട് പോയിട്ട്
തിരിച്ച് മേലോട്ട് പോകും. ഇപ്പോൾ മേലിൽ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും കോടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് നോക്കാം. ഗൈസ്, അവിടെ നിന്ന് കുറച്ചുകൂടെ താഴോട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കണ്ട വേറെ സ്പോട്ട് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഇവിടെ? ഇത് കുറച്ചുകൂടെ ടോപ്പിലോട്ട് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? വെള്ളം വരുന്നതാണ്. ടോപ്പിൽ കണ്ട വെള്ളം വരുന്നതാണ്ടോ? നൈസ് വ്യൂ കേട്ടോ ഇവിടെ. ഗൈസ്, ഈ സ്പോട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ചെറിയ വെള്ളച്ചാട്ടം. നമ്മുടെ ബൈക്കിൽ നമുക്ക് ഇതുവരെ വരാം. നൈസ് ആംബിയൻസ് ആണ്. പൊന്മുടിയിൽ ഇങ്ങനെയൊക്കെ സ്പോട്ട് ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും അറിഞ്ഞത്. നമ്മൾ ചുമ്മാ ഇറങ്ങിയതാണ്. ചുമ്മാ ഇറങ്ങിയപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ഗൈസ്, അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ വേറൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാണ്. ഇതും ഒരു ഹിഡൻ സ്പോട്ടാണ് ഗൈസ്. ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാമോ കാട്ടരുവിയുടെ? എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കൂടെ വലിയൊരു അരുവി ഒഴിപ്പോണ്. വലുതല്ല, ചെറിയൊരു അരുവി. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അവന്മാർ പറയുന്നുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് നടന്നിറങ്ങുന്ന വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ സ്പോട്ട്. താഴത്തിറങ്ങി നോക്കാം. ഒരു രക്ഷയില്ല. പക്ഷെ ഇത് മഴ സമയത്ത് ഇവിടെ വെള്ളം കാണാൻ തോന്നുന്നില്ല. മഴ സമയത്ത് വലിയൊന്നും കാണില്ല. ഞാൻ വേറൊരു യൂട്യൂബിന് കൂടെ ഇറങ്ങിയിട്ടുണ്ട്. രക്ഷയില്ല. സൂപ്പർ സ്ഥലം. താഴത്തെ നോക്കിയത് ഇത്രയും കാലം വന്നിട്ട് ഈ സ്പോട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നീ കണ്ടിട്ട് പോയാൽ മതിയടാ. എന്തൊക്കെ ചെയ്താലും ക്യാമറയുടെ ഫ്രണ്ടിൽ വരൂല. എന്താണെന്ന് അറിഞ്ഞൂടാ. അതാ പോയി. എടാ, ഇവൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാത്ത റീസൺ എന്താണെന്ന് നിനക്കറിയാം? എന്താണാവും? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഞാൻ ഇവിടെ എഴുതി ചേർക്കാം. ഇത് കട്ട് ലൈൻ കട്ട്. ഓക്കെ, ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കയറി. ഇനി നമുക്ക് നേരെ മേളിലോട്ട് പോവാം. അവിടെ ഇപ്പം എന്തായാലും കോടയൊക്കെ വന്ന് നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഇനി മേളിലുള്ള സിറ്റുവേഷൻ എന്നുള്ളത്. അങ്ങനെ മറ്റേ റീൽസിൽ കണ്ട വെള്ളച്ചാട്ടം ഞാൻ കണ്ടുപിടിച്ചു. ഈ വെള്ളച്ചാട്ടം നോക്കിയാണ് വന്നത്. പക്ഷേ ഇത്രയും നേരം ബാക്കി വേറെ ഇതിനെക്കാട്ടി സൂപ്പറായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ട് വന്നത്. നൈസാണ്. ഇവിടെ വരുമ്പോൾ എന്തായാലും ഇവിടേക്ക് ഒന്ന് നോക്കിയിട്ട് പോവാം. ഇനി ഇവിടെ നമുക്ക് നേരെ മേളിൽ പോയിട്ട് അവിടെ എങ്ങനെയാണ് സിറ്റുവേഷൻ നോക്കാം.